ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല. ഇന്ന് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള മൈലാഞ്ചി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സാധാരണ ആർട്ടിഫിഷ്യൽ മൈലാഞ്ചിയാണ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങാറുള്ളത്. എന്നാൽ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള മൈലാഞ്ചിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് പഞ്ചസാരയും കാപ്പിപ്പൊടിയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഈ മൈലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ പഞ്ചസാരക്ക് പകരം നമുക്ക് ശർക്കരയും എടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചായപ്പൊടിയും ചേർക്കാം. പക്ഷേ കൂടുതൽ കളർ കിട്ടുന്നത് കാപ്പിപ്പൊടി വെച്ചിട്ടാണ്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൈലാഞ്ചി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ടിന്നാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രം യൂസ് ചെയ്യരുത്. ഇതുപോലത്തെ ഒരു ടിന്നാണ് ഇതിലേക്ക് എടുക്കേണ്ടത്. ഇനി ടിന്നിൻ്റെ അരികിലൂടെ ആയിട്ട് ഇതുപോലെ വട്ടത്തിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നടുഭാഗം ഒഴിച്ചിട്ടിട്ടാണ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾ നടുവിൽ ഒഴിച്ചിട്ട ഭാഗത്തേക്കാണ് ഇത് ഇറക്കി വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് മൂടി വെച്ച് കൊടുക്കണം. ഇനി ഇത് ഗ്യാസിന് മുകളിൽ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ നമുക്ക് മൈലാഞ്ചി റെഡിയാക്കി എടുക്കാം. ഈ മൈലാഞ്ചി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ടിന്ന് മുഴുവനായിട്ടും കവർ ചെയ്യുന്ന പോലത്തെ പാത്രം തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ആവിയൊക്കെ പുറത്ത് വന്നിട്ട് ടിന്നൊക്കെ ആകെ കരിഞ്ഞു പിടിച്ച് നമുക്ക് മൈലാഞ്ചി ഒന്നും കിട്ടൂല. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിന്നിന് മുകളിൽ വെച്ചിട്ടുള്ള ഈ വെള്ളം നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെറിയ ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് എടുത്തു മാറ്റാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഒരു ബ്രൗൺ നിറത്തിലുള്ള വെള്ളം. ഇതാണ് നമ്മുടെ മൈലാഞ്ചി. ഇപ്പം ഞാനിവിടെ ആകെ കുറച്ച് മൈലാഞ്ചിയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ മൈലാഞ്ചി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഗ്യാസിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്താൽ മതി. അപ്പം നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് കരിഞ്ഞു പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മുടെ നഖത്തിന് ഇടാൻ പാകത്തിനുള്ള തിക്കാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മൈദ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ മൈലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ നാച്ചുറൽ മെഹന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മൈലാഞ്ചിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളിത് 2 പ്രാവശ്യമെങ്കിലും കയ്യിലിട്ട് കൊടുക്കണം. ആദ്യത്തെ പ്രാവശ്യം ഇടുമ്പോൾ ഇതൊരു മഞ്ഞ കളറാണ് കിട്ടുന്നത്. പിന്നെ ഒരു കോട്ട് കൂടി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല മെറൂൺ കളർ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്